എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു ഭാഗം പഠിക്കാൻ പോവുകയാണ്. സപ്ലൈ അല്ലെങ്കിൽ പ്രധാനം എന്ന് പറയുന്ന നമ്മുടെ ഈ മൈക്രോ ഇക്കണോമിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സപ്ലൈ അല്ലെങ്കിൽ പ്രധാനം നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്വാണ്ടിറ്റി ഓഫ് എ കമ്മോഡിറ്റി ദാറ്റ് എ ഫേം ഓഫേഴ്സ് ടു സെൽ ഇൻ ദ മാർക്കറ്റ് at different prices in a given period of time is called supply. സപ്ലൈയെ നമ്മൾക്ക് ഇങ്ങനെ നിർവചിക്കാം. അതായത് ഒരു സമയ കാലയളവിനുള്ളിൽ വിവിധ വിലകളിൽ ഒരു ഫേം ഒരു മാർക്കറ്റിൽ വിൽക്കുന്ന വസ്തുക്കളുടെ അളവിനെയാണ് നമ്മൾ സപ്ലൈ എന്ന് പറയുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് കമ്മോഡിറ്റി. അപ്പോൾ നമുക്കറിയാം, ഓരോ ഉൽപ്പാദകനും ഒരു നിശ്ചിത കാലയളവിൽ നിശ്ചിത വിലകൾക്കാണ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ സാധനങ്ങൾ വിൽക്കുക. അപ്പോൾ നമ്മൾ സപ്ലൈ, ഒരു മാർക്കറ്റിലെ ഒരു പ്രത്യേക വസ്തുവിൻ്റെ സപ്ലൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ, ഒരു കാലഘട്ടത്തിനുള്ളിൽ ഒരു നിശ്ചിത വിലയ്ക്ക് വിൽക്കപ്പെടുന്ന സാധനങ്ങളുടെ അളവ് എത്രയാണ്, അങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ പ്രധാനം എത്രയുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പ്രധാനവുമായി ബന്ധപ്പെട്ട സപ്ലൈ കർവ്, അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ, അതുപോലെ തന്നെ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ, 5 ഡിഗ്രീസ് ഓഫ് സപ്ലൈ തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ എന്താണ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേമിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ നമ്മൾ പഠിച്ചു. ഒരു നിശ്ചിത കാലയളവിൽ നിശ്ചിത വിലയ്ക്ക് വിൽക്കപ്പെടുന്ന, ഒരു മാർക്കറ്റിൽ വിൽക്കപ്പെടുന്ന, ഒരു ഫേം വിൽക്കാൻ തയ്യാറാവുന്ന വസ്തുക്കളുടെ അളവാണ്, സാധനങ്ങളുടെ അളവാണ് സപ്ലൈ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ഗ്രാഫിലേക്ക് റെപ്രസെൻ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഗ്രാഫിലേക്ക് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സപ്ലൈ കർവ് ഓഫ് എ ഫേം എന്ന് പറയാം. ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയാം. That means the graph that represents the different quantities of a commodity that a firm offers to sell in the market at different prices in a given period of time is called supply curve of a firm. അതായത് ഒരു നിശ്ചിത സമയകാലയളവിൽ വിൽക്കപ്പെടുന്ന ഒരു ഉൽപ്പാദകൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം വിൽക്കാൻ തയ്യാറാവുന്ന വസ്തുക്കളുടെ അളവിനെ ഒരു ഗ്രാഫിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഗ്രാഫിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ കർവ് ഓഫ് എ ഫേം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്ലൈ, വിവിധ വിലകളിൽ പർച്ചേസ് ചെയ്യപ്പെട്ട സാധനങ്ങളെ നമ്മൾ ഗ്രാഫിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ വസ്തുവിൻ്റെ വില, അത് എത്ര ക്വാണ്ടിറ്റിയാണ് അത് വിൽക്കപ്പെട്ടിട്ടുള്ളത്, അതിന് ചേർത്ത് ഒരു രേഖ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഒരു ഫേമിൻ്റെ സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ സപ്ലൈ കർവ് രൂപപ്പെടുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ പഠിക്കുന്നത് മാർജിനൽ കോസ്റ്റ് കർവ് നിന്ന് സപ്ലൈ കർവ് എങ്ങനെ രൂപീകരിക്കാമെന്നുള്ളതാണ്. അതായത് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം. ഒരു ഫേമിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ ഹ്രസ്വ കാലഘട്ടത്തിലെ സപ്ലൈ കർവ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഗ്രാഫിൽ നോക്കുക, ഇവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്, ഇതാണ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവ്. അതുപോലെ തന്നെ ഇത് ആവറേജ് വാരിയബിൾ കോസ്റ്റ് കർവാണ്. അതുപോലെ തന്നെ ഇത് മാർജിനൽ കോസ്റ്റാണ്. MR is equal to EMC, നമുക്കറിയാം പ്രൈസ് കർവാണ്, പ്രൈസ് ലൈനാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ രണ്ട് കർവുകൾ നമ്മൾ തൊട്ട് മുമ്പുള്ള പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഷട്ട് ഡൗൺ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് ദ മിനിമം ഓഫ് ABC. ABC-യുടെ മിനിമം പോയിന്റിനെയാണ് നമ്മൾ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ABC കർവ്. ഈ ABC കർവിൻ്റെ മിനിമം പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആവറേജ് വാരിയബിൾ കോസ്റ്റും വിലയും തുല്യമാകുന്ന സ്ഥലമാണ്, അല്ലേ? അതിൻ്റെ ഏറ്റവും മിനിമം പോയിന്റാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ആവറേജ് വാരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിനും താഴെയാണ്, ആവറേജ് വാരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിനും താഴെയാണ് വിലയെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉൽപ്പാദനം നടക്കില്ല. കാരണം എന്താണ്? നമ്മൾ പറയും ഷട്ട് ഡൗൺ പോയിൻ്റാണ്, അയാൾ മാർക്കറ്റ് ലീവ് ചെയ്യും, അയാൾ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി പോകും. മാർക്കറ്റിൽ നിന്ന് ഒഴിവായി പോയാൽ സ്വാഭാവികമായിട്ടും എന്ത് നടക്കില്ല? ഉൽപ്പാദനം നടക്കില്ല.
അപ്പോൾ അതുകൊണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിൽ യാതൊരു കാരണവശാലും ഉൽപ്പാദനം നടക്കില്ല. അപ്പോൾ അവിടെ സപ്ലൈ ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് സപ്ലൈ കർവ് എപ്പോഴും ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മിനിമം പോയിന്റ് മുതൽ മുകളിലേക്ക് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്, അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെ മുകളിലേക്കുള്ള മിനിമം പോയിന്റിൽ നിന്നും മുകളിലേക്കുള്ള മാർജിനൽ കോസ്റ്റ് കർവ് ആയിരിക്കും സപ്ലൈ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റ് മിനിമം പോയിന്റിൽ നിന്ന് ആരംഭിച്ച് തുടങ്ങുന്ന മുകളിലേക്കുള്ള മാർജിനൽ കോസ്റ്റ് കർവ്, ഇതിനെ നമുക്ക് എന്ത് പറയാം, സപ്ലൈ കർവ് നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിൽ നിന്ന് എങ്ങനെയാണ് സപ്ലൈ കർവ് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓർത്തിരിക്കേണ്ടത്. ABC-യുടെ മിനിമം പോയിന്റിന് താഴെ ആണെങ്കിൽ, മിനിമം പോയിന്റിന് താഴെയാണ് പ്രൈസ് എങ്കിൽ ഒരു ഉൽപ്പാദകൻ ഫേം ഉൽപ്പാദിപ്പിക്കാൻ തയ്യാറാവില്ല. അപ്പോൾ സപ്ലൈ 0 ആയിരിക്കുമെന്ന് അർത്ഥം. ഇപ്പോൾ ഇവിടെ നോക്കുക, പ്രൈസ് ഇസ് ലെസ് ദാൻ മിനിമം ഓഫ് ABC. മിനിമം ABC-ക്ക് താഴെയാണ് വിലയെങ്കിൽ സപ്ലൈ വുഡ് ബി 0. ഇഫ് ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് ABC, സപ്ലൈ വുഡ് ബി പോസിറ്റീവ്. ABC-ക്ക് തുല്യമാണെങ്കിൽ, അല്ലേ, ABC-ക്ക് തുല്യമാണെങ്കിൽ എന്താണ്, സപ്ലൈ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ മിനിമം ഓഫ് ABC, സപ്ലൈ വിൽ ബി ഇൻക്രീസ്. അതായത് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാവും, ഇത് താഴെയാണെങ്കിൽ പ്രൈസ് ABC-ക്ക് താഴെയാണെങ്കിൽ ദർ ഇസ് നോ സപ്ലൈ, അവിടെ സപ്ലൈ ഉണ്ടാവില്ല. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ മിനിമം ഓഫ് ABC-ക്ക് തുല്യമാണെങ്കിൽ അവിടെ സപ്ലൈ വുഡ് ബി പോസിറ്റീവ്, അവിടെ എന്താണ്, ഉൽപ്പാദനത്തിനുള്ള സാധ്യതയുണ്ട്. ഇനി പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ABC-യുടെ മിനിമത്തിനും മുകളിലേക്കാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ സപ്ലൈ ഇസ് ഇൻക്രീസിങ്, അല്ലെങ്കിൽ സപ്ലൈ വർദ്ധിക്കും എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനിയുള്ളത് ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് ഫേം. ഷോർട്ട് റൺ നമ്മൾ പറഞ്ഞു, ലോങ് റണ്ണും വലിയ വ്യത്യാസങ്ങളില്ല. നമ്മളിവിടെ പറഞ്ഞതുപോലെ അവിടെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് കർവിൽ നിന്നാണ് അത് സപ്ലൈ കർവ് വരുന്നതെങ്കിൽ ലോങ് റൺ മാർജിനൽ കോസ്റ്റിനെ സംബന്ധിച്ച് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവിൻ്റെ കർവിൽ നിന്നാണ് ആ സപ്ലൈ കർവ് രൂപപ്പെടുന്നത്. ഇവിടെ ABC-ക്ക് പകരം നമുക്കറിയാം, ഇവിടെ പിന്നെ ഒരു ലോങ് റണ്ണിലെ എല്ലാ ഇൻപുട്ടുകളിലും വിഭേദക ഇൻപുട്ടുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ LRAC കർവിൻ്റെ മിനിമം പോയിന്റ്, അല്ലേ, ലോങ് റൺ ആവറേജ് കോസ്റ്റ്, ആ ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിൽ നിന്ന് ആരംഭിക്കുന്ന LRMC കർവാണ് സപ്ലൈ കർവ് എന്ന് ഇവിടെ പറയുന്നത്. അതായത് LRAC കർവിന് താഴെ, അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റിൻ്റെ മിനിമം പോയിന്റിനും താഴെയാണ് വിലയെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ 0, പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. ഇനി ആ LRAC കർവിന് തുല്യമാണ് പ്രൈസ് എങ്കിൽ എന്താണ്, ഉൽപ്പാദനം, പ്രൊഡക്ഷൻ വുഡ് ബി പോസിറ്റീവ് ആയിരിക്കും. ഇനി LRAC കർവിന് മുകളിലാണ് പ്രൈസ് എങ്കിൽ, വിലയെങ്കിൽ ഉൽപ്പാദനം വർദ്ധിക്കും, അല്ലെങ്കിൽ അവിടെ സപ്ലൈ വർദ്ധിക്കും എന്നർത്ഥം. അപ്പോൾ രണ്ടും നമുക്ക് മനസ്സിലായി, ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും. ഓർത്തിരിക്കുക, ലോങ് റണ്ണിലാണെങ്കിൽ LRAC കർവിൻ്റെ മിനിമം പോയിന്റിന് താഴെ 0 ആയിരിക്കും, അതിന് മുകളിലേക്കുള്ള ഭാഗം മാത്രമായിരിക്കും ഉൽപ്പാദനം നടക്കുക. ഷോർട്ട് റണ്ണിലാണെങ്കിൽ ABC-യുടെ മിനിമം പോയിന്റിന് താഴെ ഉൽപ്പാദനം നടക്കില്ല, അതിന് മുകളിൽ മാത്രമേ ഉൽപ്പാദനം നടക്കുകയുള്ളൂ. ഈ രണ്ട് ഗ്രാഫുകൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ചു വെക്കുക. ഒരു മാർജിനൽ കോസ്റ്റ് കർവിൽ നിന്നും എങ്ങനെയാണ് സപ്ലൈ കർവ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്ന ടൈം, സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ രണ്ട് ഗ്രാഫുകളും കൃത്യമായി നോട്ട്ബുക്കിൽ വരച്ച് പഠിച്ചു വെക്കുക.